Hello, guten Tag. Ich heiße Blessy von Jovis Perfect Academy. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇമ്പരാറ്റീവ് ആണ്. അപ്പോൾ എന്താണ് ഇമ്പരാറ്റീവ് എന്ന് അറിയോ? നമ്മൾ കമാൻഡ്സ് പറയാനും അതുപോലെ റിക്വസ്റ്റ് പറയാനും അല്ലെങ്കിൽ എന്തെങ്കിലും സജഷനോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാമറാണ് ഇമ്പരാറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ഇമ്പരാറ്റീവ്? യൂസ്ഡ് ഫോർ കമാൻഡ്സ്, ഇൻസ്ട്രക്ഷൻസ്, റിക്വസ്റ്റ്. അതായത് ഡെയിലി നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമാൻഡ് ചെയ്ത് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് ഒരു ടീച്ചർ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ കമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയോ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇമ്പരാറ്റീവ് യൂസ് ചെയ്യുന്നത്. അതായത് എവറിഡേ സിറ്റുവേഷൻസ്, സയൻസ്, ക്ലാസ് റൂം ലാംഗ്വേജ് ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ഇമ്പരാറ്റീവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി ഈ ഇമ്പരാറ്റീവ് നമ്മൾ 3 ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡു ഫോം, പിന്നെ ഇയർ, സി. ഈ 3 പേഴ്സണൽ പ്രൊനൗമിൻ്റെ കേസിലാണ് നമ്മൾ ഇമ്പരാറ്റീവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഏതെന്ന് നോക്കാം. ഡു ഫോം ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ നോർമലി നമ്മൊരു വെർബ് ഡു ഫോമിൽ കോൺജുഗേറ്റ് ചെയ്യുന്ന സമയത്ത് എൻഡിൽ, അതായത് വെർബ് സ്റ്റാം ഏതാണോ അത് എടുത്തതിന് ശേഷം എൻഡിൽ നമ്മൾ ST ആണ് ആഡ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊമ്മനാണ് നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പരാറ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ, അതായത് കോൺജുഗേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെർബ് സ്റ്റാം കൊം എന്നുള്ളത് എടുക്കും. അതിൻ്റെ ലാസ്റ്റ് ST ആഡ് ചെയ്ത് കൊംസ്റ്റ് എന്ന് നമ്മൾ പറയും. ദു കൊംസ്റ്റ് എന്നാണ് നമ്മൾ നോർമലി ദു ഫോമിൽ കോൺജുഗേറ്റ് ചെയ്യുന്നത്. അത് ഇവിടേക്ക് ഇമ്പരാറ്റീവിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു വെർബ് എടുക്കും, അതായത് വെർബ് സ്റ്റാം എടുക്കും. ST നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അതുപോലെ തന്നെ ദൂവും റിമൂവ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇമ്പരാറ്റീവിലെ ദു ഫോം എഴുതുന്നത്. അതായത് STയും റിമൂവ് ചെയ്യുക, ദൂവും റിമൂവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻഫിനിറ്റീവ് വെർബായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് കൊമ്മനാണ്. അത് നമ്മൾ ദു ഫോമിൽ എഴുതുമ്പോൾ ദു കൊംസ്റ്റ് എന്നാണ് എഴുതുന്നത്. അതിൽ ദൂവും STയും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇമ്പരാറ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ കൊന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. കൊമ്മ എഴുതിയതിന് ശേഷം ലാസ്റ്റ് എക്സ്ക്ലമേറ്ററി മാർക്കും നമ്മൾ ഇടും. പിന്നെ ഫസ്റ്റത്തെ അക്ഷരം, ഫസ്റ്റത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത് ഇമ്പരാറ്റീവ് എഴുതുന്ന സമയത്ത്. അപ്പോൾ അടുത്തൊരു ഇൻഫിനിറ്റീവ് വെർബ് നോക്കാം. ലേർണനാണ് എടുത്തിരിക്കുന്നത്. അത് ദൂവിൽ കോൺജുഗേറ്റ് ചെയ്യുന്ന സമയത്ത് ദു ലേൺസ്റ്റ് എന്നാണ് വരിക. അതിൽ ദൂവും STയും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ലേർൺ എന്നുള്ളതായിരിക്കും ഇമ്പരാറ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യുന്നത്. അത് ലാസ്റ്റ് എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ട് നമ്മൾ എന്ത് ചെയ്യും. ഇനി അടുത്ത വെർബാണ് മാഹൻ എന്നുള്ളത്. അത് ദു മാസ്റ്റ് എന്നാണ് ദു ഫോമിൽ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ പറയുന്നത്. അത് ഇമ്പരാറ്റീവിലേക്ക് വരുന്ന സമയത്ത് മാഹ് എന്ന് മാത്രമായിരിക്കും നമ്മൾ പറയുന്നത്. ഇനി അടുത്ത കുറച്ച് വവൽസ് ചേഞ്ചിങ് വെർബ്, അതായത് ചില വെർബുകളുടെ കേസിൽ ദൂവിലും എറസിയസിലും ആ ഒരു വവൽ സൗണ്ട് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഉംലൗട്ട് ആവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പം ഇ എന്നുള്ളത് IE ആവും. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന കുറച്ച് വെർബുകളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇമ്പരാറ്റീവ് ഫോമിൽ പറയണേ നോക്കാം. ഫസ്റ്റത്തെ വെർബാണ് ലേസൺ എന്നുള്ളത്. ടു റീഡ് എന്നാണ് അതിൻ്റെ മീനിങ്. ലേസിനെ ദൂവിൽ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ദു ലീസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ എന്നുള്ളത് ലേസണിലെ ഫസ്റ്റത്തെ ഈ ഇ എന്നുള്ളത് IE ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ദു ലീസ്റ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു വേറെ സംഭവം S വെച്ചിട്ടാണ് അതിൻ്റെ വെർബ് സ്റ്റാം എൻഡ് ചെയ്യുന്നത്. ലേസ് എന്നുള്ളതാണ് അതിൻ്റെ വെർബ് സ്റ്റാം വരുന്നത്. അപ്പോൾ ഓൾറെഡി അത് S വെച്ച് അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ദു ഫോമിൽ നമ്മൾ ST ആഡ് ചെയ്യില്ല, പകരം T മാത്രമായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് തന്നെയായിരിക്കും ഇമ്പരാറ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ നമ്മൾ എസ്സും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ ഇമ്പരാറ്റീവിൽ എഴുതുക. നോർമലി ബാക്കി എല്ലാവരും ST നമ്മൾ റിമൂവ് ചെയ്ത് കളയാറുന്നു. പക്ഷേ വെർബ് സ്റ്റാം S വെച്ച് അവസാനിക്കുന്ന വെർബുകൾ വരണ സമയത്ത് നമ്മൾ എസ്സും ഇമ്പരാറ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ ഇൻക്ലൂഡഡ് ആയിട്ട് എഴുതും. അതായത് ലേസന് ദു ഫോമിൽ ദു ലീസ്റ്റ് എന്നായിരുന്നു, അതിൽ ദൂവും ടിയും ആയിരിക്കും നമ്മൾ കട്ട് ചെയ്ത് ലീസ് എന്നുള്ളതായിരിക്കും ഇമ്പരാറ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത വേർഡാണ് സ്പ്രഹൻ എന്നുള്ളത്. ടു സ്പീക്ക് എന്നാണ് അതിൻ്റെ മീനിങ്. അത് ദു ഫോമിൽ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ദു സ്പ്രിസ്റ്റ് എന്നായിരിക്കും പറയാം. ഈ ഇവിടെ എത്തുമ്പോൾ I ആയിട്ട് കൺവേർട്ട് ചെയ്ത് പറയും. ഇനി അതിന് ഇമ്പരാറ്റീവ് ഫോമിലേക്ക് വരുന്ന സമയത്ത് സ്പ്രിഹ് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. STയും ദൂവും റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ വെർബ് സ്റ്റാം മാത്രമായിരിക്കും നമ്മൾ എടുക്കാം. ഇനി അടുത്തൊരു ഇമ്പരാറ്റീവ് എഴുതുന്ന സമയത്ത് ഫാരനാണ് വന്നിരിക്കുന്നത്. ഫാരന് ദു ഫോമിൽ ദു ഫേർസ്റ്റ് എന്നായിരിക്കും. അതായത് ആ എന്നുള്ളത് ആ ഉംലൗട്ടായിട്ട് ദു ഫോമിൽ മാറും. അപ്പോൾ ദു ഫേർസ്റ്റ് എന്നാണ് നമ്മൾ ദു ഫോമിൽ പറയുന്നത്. പക്ഷേ ഇമ്പരാറ്റീവിലേക്ക് വരുന്ന സമയത്ത് ഈ എ ഉംലൗട്ട്, അതായത് ആ ഉംലൗട്ടിനെ നമ്മൾ ആയിട്ട് തന്നെയായിരിക്കും എഴുതുന്നത്. അതായത് ഉംലൗട്ട് ഇട്ട് നമ്മൾ ഇമ്പരാറ്റീവ് ഫോമിൽ എഴുതില്ല. അതുപോലെ തന്നെ STയും ദൂവും റിമൂവ് ചെയ്തിട്ട് ഫാർ എന്നായിരിക്കും നമ്മൾ ഇമ്പരാറ്റീവ് ഫോമിൽ പറയുന്നത്.
ഇനി അടുത്ത ഒരു പേഴ്സണൽ പ്രോനൗൻ ആണ് ഇയർ എന്നുള്ളത്. അതായത് നിങ്ങൾ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേക്ക് ദ ഇയർ പ്രസന്റ് ഫോം, അതായത് പ്രസന്റ് ഫോമിലുള്ള വെർബിനെ കോൺജുഗേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇമ്പരാറ്റീവ് എഴുതുന്നത്. അതിൽ റിമൂവ് ചെയ്യേണ്ട പോർഷനായി ഇയർ എന്നുള്ളതായിരിക്കും. അതായത് ഇപ്പൊ കൊമ്മൻ എന്നുള്ള വെർബ് എടുക്കുകയാണെങ്കിൽ കൊംറ്റ് ഇയർ, അതായത് ഇയർ കൊംറ്റ് എന്നാണ് ആ ഒരു വെർബിനെ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ വരാം. അതിൽ കൊംറ്റ് എന്നുള്ളത് ഫുള്ളായിട്ട് എഴുതും, ഇയർ ആണ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നത്. നേരത്തെ നമ്മൾ എസ് ടിയും ദൂവും റിമൂവ് ചെയ്തു, ഇവിടേക്ക് വരുമ്പോൾ ഇയർ മാത്രമായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടി അവിടെ നമ്മൾ ഇടണം, ടി മാറ്റാൻ പാടില്ല. അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കാം. കൊമ്മൻ എന്നുള്ളതിനെ ഇയർ കൊംറ്റ് എന്നാണ് കോൺജുഗേറ്റ് ചെയ്യണ സമയത്ത് വരുന്നത്. പക്ഷേ ഇവിടേക്ക് വരുന്ന സമയത്ത് കൊംറ്റ് ഫുള്ളായിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്, കൊമ്മെന്നായിരിക്കില്ല എഴുതാം. അതുപോലെ തന്നെ ലേർണൻ വരണമെങ്കിൽ ഇയർ ലേൺട്ട് എന്നാണ് വരുന്നത്. അത് ഇമ്പരാറ്റീവ് ഫോമിലേക്ക് വരുന്ന സമയത്ത് ലേൺട്ട് എന്ന് തന്നെയായിരിക്കും നമ്മൾ പറയുന്നത്, ഇയർ മാത്രമായിരിക്കും റിമൂവ് ചെയ്ത് കളയുന്നത്. ഇനി മാഹൻ വരുമ്പോൾ ഇയർ മാറ്റാണ്, അത് ഇമ്പരാറ്റീവിലേക്ക് വരുന്ന സമയത്ത് മാറ്റ് എന്ന് തന്നെയായിരിക്കും നമ്മൾ പറയുന്നത്. ഇനി അതുപോലെ തന്നെ കുറച്ച് വവൽസ് ചേഞ്ചിങ് വെർബ്, ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല, കാരണം ഇയർ ഫോമിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടല്ല പറയുന്നത്, ദൂവിലും മെർസീസിലും മാത്രമായിരിക്കും വവൽസ് ചേഞ്ച് ആവുന്നത്. ഇവിടെ ലേസ് എന്നുള്ളത് ഇയർ ലേസ്റ്റ് എന്നാണ്, അത് ഇവിടേക്ക് വരുന്ന സമയത്ത് ലേസ്റ്റ് മാത്രമേ നമ്മൾ എഴുതുള്ളൂ, ഇയർ എഴുതില്ല. അതുപോലെ തന്നെ സ്പ്രഹൻ ഇയർ സ്പ്രഹ്റ്റ് എന്നായിരിക്കും പറയാ, അത് ഇമ്പരാറ്റീവിൽ വരുന്ന സമയത്ത് സ്പ്രഹ്റ്റ് എന്ന് പറയുന്നു. ഫാരൻ ഇയർ ഫാർട്ട്, ഇവിടേക്ക് വരുമ്പോഴും ഫാർട്ട് എന്ന് തന്നെ പറയുന്നു. ഇനി അടുത്തതാണ് സി ഫോം. സി ഫോമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് പൊളൈറ്റ് ചെയ്ത് പറയുന്ന സമയത്താണ് നമ്മൾ ഈ സി ഫോം യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ദൂവും ഇയറും കുറച്ച് കമാൻഡ് ചെയ്ത് ആളുകളോട് സംസാരിക്കുന്ന സമയത്താണ് ദൂവും ഇയറും യൂസ് ചെയ്യുന്നത്. സി ഫോം കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ എങ്ങനെയാണ് കോൺജുഗേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും നമ്മൾ ഇമ്പരാറ്റീവിൽ എഴുതുന്നത്. അതായത് കീപ് സി യൂസ് ദ വെർബ് ഇൻ ഇൻഫിനിറ്റീവ് ഫോം, നമ്മൾ ഇൻഫിനിറ്റീവ് ഫോമിലാണ് നമ്മൾ സി ഫോമിൽ കോൺജുഗേറ്റ് ചെയ്യുന്നത്, അത് അതുപോലെ തന്നെയായിരിക്കും ഇമ്പരാറ്റീവിൽ എഴുതുക. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞ ആ ഒരു പേഴ്സണൽ പ്രൊനൗമനെ നമ്മൾ റിമൂവ് ചെയ്യാൻ പാടില്ല. അതുപോലെ വെർബായിരിക്കും ഫസ്റ്റ് വരേണ്ടത്, അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ സി കൊമ്മനായിരിക്കും നമ്മൾ നോർമലി സെന്റൻസ് എഴുതുന്ന സമയത്ത് പറയാം, പക്ഷെ ഇമ്പരാറ്റീവിലേക്ക് വരുമ്പോൾ കൊമ്മൻ സീൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണ പോലെ തന്നെയായിരിക്കും നമ്മൾ ഇമ്പരാറ്റീവിലും പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ നോക്കാം. കൊമ്മൻ എന്നുള്ളതിന് കൊമ്മൻ സി, പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല, കൊമ്മന് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ സി കൊമ്മനായിരിക്കും നമ്മൾ പറയുന്നത്, അത് തിരിച്ചായിരിക്കും നമ്മൾ എഴുതുക, കൊമ്മൻ സി എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. അതുപോലെ ലേർണനാണെങ്കിൽ ലേർണൻ സി ഡോയിഷ്, മാഹൻ മാഹൻ സി ദസ്. ആ മാഹൻ സി ആദ്യം നമ്മൾ വെർബ് എഴുതും, വെർബ് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം തുടങ്ങണ്ടേ, അതുപോലെ തന്നെ സിയിലെ എസും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, രണ്ടാമതായിരിക്കും നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നത്. ഇനി അടുത്ത ഒരു കേസാണ് ട്രെൻഡ് ബാരൻ വെർബ്, അതായത് സെപ്പറബിൾ വെർബ്സ്. ഈ സെപ്പറബിൾ വെർബ്സ് വരുന്ന സമയത്ത് നമ്മൾ നോർമലി ഫസ്റ്റ് നമ്മൾ പ്രിഫിക്സ് എഴുതുന്നത് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ എഴുതുക. വെർബ് സ്റ്റാം എഴുതണോ അത് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യും. അതുപോലെ തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്, പക്ഷെ നമ്മൾ ആദ്യം വെർബ് എഴുതും, അതിന് ശേഷമായിരിക്കും സബ്ജക്റ്റ് എഴുതുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് വേർഡ് ഓർഡർ നോക്കാം. ആദ്യം ഔഫ് സ്റ്റേൻ എന്ന് പറഞ്ഞ വെർബാണ് എടുത്തിരിക്കുന്നത്, ടു ഗെറ്റ് അപ്പ്. ഔഫ് സ്റ്റേൻ ദൂ ഫോമിലുള്ളതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. സ്റ്റേസ്റ്റ് ദൂ ഔഫ്, അങ്ങനെയായിരിക്കും നമ്മൾ നോർമലി കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ വരാം, സ്റ്റേസ്റ്റ് ദൂ. അതിൽ എസ് ടിയും ദൂവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെർബ് സ്റ്റാം മാത്രമായിരിക്കും നമ്മൾ ഇമ്പരാറ്റീവിൽ എഴുതുന്നത്. അപ്പം സ്റ്റേ എന്നുള്ളതിനെ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ സ്റ്റേസ്റ്റ് ദൂ എന്നാണ് വരാം. അതിൽ എസ് ടിയും ദൂവും കട്ട് ചെയ്ത് സ്റ്റേ എന്നുള്ള ഒരു പോർഷൻ മാത്രമായിരിക്കും നമ്മൾ എടുക്കുന്നത്, സ്റ്റേ ഔഫ്, അതായത് പ്രിഫിക്സ് എന്തിൽ എഴുതും നമ്മൾ. ഇനി അടുത്താണ് അൺകോമൺ, ചറൈവ് എന്നാണ് അതിൻ്റെ മീനിങ്. അത് ദൂ ഫോമിൽ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ കൊംസ്റ്റ് ദൂ ഔഫ് അന്നെന്നായിരിക്കും നമ്മൾ പറയുന്നത്. അതിൽ എസ് ടിയും ദൂവും കട്ട് ചെയ്തിട്ട് കൊം അന്നെന്നായിരിക്കും നമ്മൾ ഇമ്പരാറ്റീവിൽ എഴുതുന്നത്. അതുപോലെ തന്നെ അടുത്തത് കൊടുത്തിരിക്കുന്നത് ഇയർ ഫോമിലുള്ള ഇമ്പരാറ്റീവാണ്, അത് ഔഫ് സ്റ്റേൻ തന്നെ. സ്റ്റേറ്റ് ഇയർ ഔഫ് എന്നാണ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ പറയാം. അതിൽ ഇയർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്റ്റേറ്റ് മാത്രമായിരിക്കും നമ്മൾ എഴുതുന്നത്, സ്റ്റേറ്റ് ഔഫ്. ഇനി അൺകോമൺ വരുമ്പോഴും കൊംറ്റ് അൻ, കൊംറ്റ് ഇയർ അൻ എന്നാണ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇയർ നമ്മൾ കട്ട് ചെയ്യും, കൊംറ്റ് മാത്രമേ എഴുതുള്ളൂ, കൊംറ്റ് അൻ. ഇനി അടുത്തത് ഔഫ് സ്റ്റേൻ സി ഫോമിലുള്ളതാണ്, അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, സ്റ്റേൻ സി ഔഫ്, അതുപോലെ തന്നെ കൊമ്മൻ സി ഔഫ്, കൊമ്മൻ സി അൻ.
അപ്പം ഇതിൻ്റെ വേർഡ് ഓർഡർ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെർബായിരിക്കും ഫസ്റ്റ് എഴുതുക, അതിന് ശേഷമായിരിക്കും നമ്മൾ പേഴ്സണൽ പ്രൊനോമൻ ഉണ്ടെങ്കിൽ തന്നെ അത് എഴുതുന്നത്. ഡു ഫോമിലും ഇയറിലും നമ്മൾ അത് എഴുതില്ല, ആകെ എഴുതണത് സി ഫോമിൽ മാത്രമായിരിക്കും നമ്മൾ പേഴ്സണൽ പ്രൊനോമൻ എഴുതുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് അതിന് ശേഷമായിരിക്കണം വരേണ്ടത്, വെർബ് സ്റ്റാം എഴുതിയതിന് ശേഷമായിരിക്കണം ഒബ്ജക്റ്റ് വരേണ്ടത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത് മാഹ് എന്ന് പറഞ്ഞ വെർബിനെ കോൺസിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇമ്പറാറ്റീവാണ് എഴുതിയിരിക്കുന്നത്. മാഹ് ദി ട്യുവർ സു. മാസ്റ്റ് ദൂ എന്നായിരുന്നു, ആ എസ് ടിയും ദൂവും കട്ട് ചെയ്ത് മാഹ് മാത്രം എഴുതി. ദെൻ ദി ട്യുവർ ഓഫ്. അടുത്തത് റൂഫ്സ് ദൂ മിഹ് അൻ എന്നാണ്, അതിൽ എസ് ടിയും ദൂവും കട്ട് ചെയ്ത് റൂഫ് മിഹ് അൻ. അങ്ങനെ ആയിരിക്കും നമ്മൾ ഇമ്പറാറ്റീവിൽ എഴുതുന്നത്. അപ്പം ഇതിൽ ഓർത്ത് വെക്കേണ്ട സംഭവം, ദൂവിലും ദൂ ഫോമിൽ വരുന്ന സമയത്ത് ദൂവും എസ് ടിയും റിമൂവ് ചെയ്യുക, അതിലെ വെർബ് സ്റ്റാം മാത്രമായിരിക്കും നമ്മൾ എഴുതാം. എന്നാൽ ഇയറിലോട്ട് വരുന്ന സമയത്ത് ഇയർ മാത്രമായിരിക്കും കട്ട് ചെയ്യുക, അതിൻ്റെ വെർബ് സ്റ്റാം പ്ലസ് ടി എന്ന് പറഞ്ഞ ആ ഒരു ഫോമായിരിക്കും നമ്മൾ എഴുതുന്നത്. ഇനി സി ഫോമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫുള്ളും എഴുതും, പക്ഷെ വെർബായിരിക്കണം ഫസ്റ്റ് എഴുതുന്നത്, അതിന് ശേഷമായിരിക്കും നമ്മൾ സി എഴുതുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസും ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇമ്പരാറ്റീവിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻസിലൂടെ അറിയിക്കുക. ഡാങ്കേഷ്.